എവിടെയൊക്കെയാണ് കരിക്കിനിയത്തിൻ്റെ സ്ഥാപനങ്ങൾ? ഇപ്പോൾ നമുക്ക് 7 ബ്രാഞ്ചുകളുണ്ട്. നമ്മൾ തുടങ്ങിയത് 1938 കൈപ്പട്ടൂർ, അതിനുശേഷം പത്തനംതിട്ട, അടൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, പാല. തിരുവല്ലയിൽ നമുക്ക് സെലിസ്റ്റീവ് എന്ന് പറഞ്ഞ ഒരു കരിക്കിനിയത്തിൻ്റെ ഒരു ബ്രാഞ്ച് സെലിസ്റ്റീവ് ക്ലബ് 7 പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 7 ബ്രാഞ്ചുകൾ ഇപ്പോൾ ഉണ്ട് കരിക്കിനിയത്തിന്. അത് മധ്യ തിരുവിതാംകൂറിലാണ്. വീണ്ടും മധ്യ തിരുവിതാംകൂറിൻ്റെ അക്ഷരനഗരിയായ കോട്ടയത്തൂടെ നമ്മൾ വീണ്ടും ഒരു സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. കോട്ടയത്ത് CMS കോളേജിന് ഓപ്പോസിറ്റിൽ MGO CSM ബിൽഡിങ്ങിൽ, സെൻറ്റിനറി പ്ലാസ ബിൽഡിങ്ങിൽ ഏകദേശം 100 കാറുകൾക്ക് പാർക്ക് ചെയ്യത്തക്ക സൗകര്യത്തോടു കൂടി 80,000 സ്ക്വയർ ഫീറ്റുള്ള വലിയ ഒരു സമുച്ചയമാണ് നമ്മൾ കോട്ടയത്ത് പ്ലാൻ ചെയ്യുന്നത്. കാരണം കോട്ടയത്തും പത്തനംതിട്ട ജില്ലകളും ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല സൗകര്യത്തിൽ, കാരണം അമേരിക്കൻ മലയാളികൾ വിദേശ മലയാളികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വിദേശ മലയാളികൾ ധാരാളമുള്ള കോട്ടയവും പത്തനംതിട്ടയും തീർച്ചയായിട്ടും അവർക്ക് അത് അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ? അത് എത്ര ഫ്ലോർ ഉള്ള ഒരു സ്ഥാപനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് 8,000 സ്ക്വയർ ഫീറ്റുമുള്ള 6 നിലകളിൽ 48,000 സ്ക്വയർ ഫീറ്റും 30,000 സ്ക്വയർ ഫീറ്റ് കാർ പാർക്കിംഗ് ഏരിയയുമാണ് വസ്ത്രവ്യാപാരത്തിനായി നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോറിൽ ഒരു സൂപ്പർ മാർക്കറ്റും, നിങ്ങൾക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ ക്ഷീണം തീർക്കുവാനൊക്കെ കൊണ്ട് ഒരു കോഫി ഷോപ്പും, ഒരു ബേക്കറിയും, അതുകൊണ്ട് തന്നെ ഒരു മിനി ബാർ എന്നുവെച്ചാൽ കോഫി ബാർ, എല്ലാം കൂടെ ഒരുമിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഞങ്ങളൊക്കെ ഷോപ്പിങ്ങിന് വരുമ്പോൾ 1 ദിവസം 2 ദിവസത്തെ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അത് നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, അമേരിക്കയിൽ വന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു JC Penney പോലുള്ള പല സ്ഥാപനങ്ങളും നമുക്ക് ചെല്ലുമ്പോൾ ആഹാരവും അതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. കാരണം എല്ലാം സെൻട്രലൈസ്ഡ് AC സംവിധാനങ്ങളാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ക്ലൈമറ്റ് നിങ്ങൾക്കെല്ലാം അഫോർഡബിൾ ആയിരിക്കത്തില്ല. അങ്ങനെ വളരെ മണിക്കൂറുകൾ കൂടുതൽ ഞങ്ങൾ അവിടെ ചെലവഴിച്ച് കൂടുതൽ സാരികളും കൂടുതൽ ചുരിദാറുകളും ഞങ്ങൾ വാങ്ങിക്കണം എന്നാണ് നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാക്കുന്നത്. അല്ല, നമ്മുടെ ആഗ്രഹം നിങ്ങളെ ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അത് വളരെ നല്ല കാര്യം. അത് നമുക്ക് 2012 ഡിസംബർ, ഈ ഇയർ ഡിസംബർ മിഡിലോട് കൂടി നമ്മൾ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. മുമ്പേ പറഞ്ഞുവല്ലോ സെലസ്റ്റിയം ക്ലബ് 7 പറ്റി, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതിനൊരു പ്രത്യേകതയുണ്ടോ? തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് 2005 ഡിസംബറിൽ ആ സ്ഥാപനം തുടങ്ങുമ്പോൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഷോപ്പിംഗ് മോളായിരുന്നു തിരുവല്ലയിൽ. അതിനകത്ത് നമുക്ക് ഗോൾഡ്, ടെക്സ്റ്റൈല്, കോസ്റ്റ്യൂംസ്, ലെതർ ഗുഡ്സ്, ഹോട്ടൽ ഡിവിഷൻ, അതുപോലെ ലോഡ്ജിങ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 7 നിലയിലുള്ള ഒരു സമുച്ചയമാണ് ക്ലബ് 7 എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ വിദേശ മലയാളികൾക്ക് വേണ്ടി മാത്രം നമ്മൾ ക്രമീകരിച്ചതാണ്. അത് സ്കൈ ഗ്രൂപ്പിൻ്റെ ഒരു അസോസിയേഷനാണത്. അപ്പോൾ അത് തിരുവല്ലയിൽ വരുന്ന വിദേശ മലയാളികൾക്ക് അങ്ങനെ നമുക്ക് വളരെ ഹൈജീനിക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ വളരെയേറെ സംവിധാനങ്ങൾ ആക്ച്വലി നിങ്ങൾ ഓൾറെഡി ഇത്രയും വർഷത്തിനകം നടത്തി കഴിഞ്ഞു. ഞങ്ങൾ മിസ് ചെയ്ത ഒരേ ഒരു കാര്യം ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഇപ്പോൾ അതും ഉൾക്കൊള്ളിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ സംരംഭങ്ങൾ വൻ വിജയത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. എസ്പെഷ്യലി അമേരിക്കൻ മലയാളികളായ ഞങ്ങൾക്ക് ഇത് വളരെ നല്ലൊരു കാര്യമാണ്.
മിസ് റിനുവിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കുടുംബജീവിതവും ഈ ബിസിനസ്സും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. ഒരു മൂത്ത ആള് തരുൺ കരിക്കിന് ബിടെക്കിന് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പഠിക്കുന്നു. കൊച്ചുമോന് +2 കഴിഞ്ഞിട്ട് ഇപ്പം BBAക്ക് അവനും BIT തന്നെ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യവും ബിസിനസ്സും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാറേയില്ല. കാരണം ആദ്യം മുതൽ തന്നെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനും അവരുടെ എല്ലാ ആവശ്യങ്ങളും മദറിനോടാണ് കൂടുതൽ അവർ ആവശ്യപ്പെടാറുള്ളത്. നമ്മുടെ വളരെ കെയർഫുള്ളായിട്ട് കുഞ്ഞുങ്ങൾ വളരെ ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു എന്ന് ഞങ്ങളുടെ വിശ്വാസം. കുട്ടികൾക്ക് ബിസിനസ്സിൽ താല്പര്യമുണ്ടോ? 2 പേർക്കും ബിസിനസ്സിലാണ് താല്പര്യം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഡാഡി ചോദിച്ചു ബിസിനസ് വേണോ അതോ എന്തെങ്കിലും ജോബ് നോക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ കുട്ടികൾ പറഞ്ഞത് ഡാഡിയുടെ ബിസിനസ് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം എന്നാണ്. 2 ആൺകുട്ടികളാണ്. അത് നല്ലൊരു കാര്യം. നിങ്ങളുടെ ബിസിനസ് ഇനിയും വളരും തലമുറയ്ക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണത്. സോ 2 പേരും അതിൽ ഇൻട്രസ്റ്റ് കാണിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എങ്ങനെയാ? ഒരു സന്തോഷ വാർത്തകളുണ്ട്. ഇപ്പം അമേരിക്കൻ മലയാളികൾ നമ്മളോട് ഇത്തരത്തിലുള്ള സ്നേഹവും വാത്സല്യം കാണിക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ ഒരു ബ്രാഞ്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പരിഗണിക്കാം. ഈ വരവോടെ ആക്ച്വലി ഇങ്ങനെ പുതിയ കാര്യങ്ങൾ സംരംഭങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആഗ്രഹിക്കുന്നു. അങ്ങനെ അമേരിക്കൻ മലയാളികളോട് എന്താണ് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത്? എന്നും ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ മുൻപ് നമ്മളെ സപ്പോർട്ട് ചെയ്ത പോണക്ക് തന്നെ ഭാവിയിലും സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് നമുക്കറിയാം മറ്റ് സ്റ്റേറ്റുകളിൽ പോയി നമ്മുടെ ആളുകൾ ധാരാളം ഷോപ്പിംഗ് നടത്തുമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ലഭ്യമാക്കിയിരിക്കുകയാണ്. വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ സ്വന്തം നഗരമായ തിരുവല്ലയിൽ വന്ന് ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് സഹകരിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ഞങ്ങളാൽ കഴിയുന്ന തരത്തിൽ എല്ലാവിധമായ ലേറ്റസ്റ്റ് ട്രെൻഡുകളും പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ NRI സീസണിന് വേണ്ടി. ഒപ്പം തന്നെ 4 സീസൺ സാരി കളക്ഷൻ്റെ 2nd എഡിഷൻ ഞങ്ങൾ അവിടെ ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വളരെ സുന്ദരികളായിട്ട് അണിഞ്ഞൊരുങ്ങി തിരിച്ച് അമേരിക്കയിൽ വരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മലയാളം ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായി ഇത്രത്തോളം സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിൻ്റെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒപ്പം ഞങ്ങൾക്കും മലയാളം ടെലിവിഷൻ്റെ ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചു തന്ന നിങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടേഴ്സായിട്ടുള്ള വർക്കി എബ്രഹാം, ബേബി ഊരാളി, അതുപോലെ മറ്റുള്ള എല്ലാ ഇതിൻ്റെ പ്രവർത്തകരോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.